നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മന്ത്രി ആവുക എന്ന് വെച്ചാൽ എന്തിനാണ് മന്ത്രിയാവുക? സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രി എന്ന് വെച്ചാൽ അത് ഒരിക്കലും അത്ര സുഖകരമായൊരു ഏർപ്പാടല്ല. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വകുപ്പിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിക്കുകയും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ള ഉത്തമമായ ജോലിയാണ് ഓരോ വകുപ്പും ഓരോ മന്ത്രിമാർക്കും പകർന്നു നൽകുന്നത്. അല്ലെങ്കിൽ ഓരോ വകുപ്പും അത്ര സിമ്പിൾ അല്ല. നമ്മുടെ കേരളത്തിലുള്ള ഏത് വകുപ്പ് എടുത്ത് പരിശോധിച്ചാലും ആരോഗ്യവകുപ്പ് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ പരിഹരിക്കുകയും കുറവുകൾ നികത്തുകയും അവിടെ ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യവും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആണ് ഒരു മന്ത്രിയെ നമ്മൾ ചുമതലപ്പെടുത്തുന്നത്. ആ വകുപ്പിലൂടെ നമ്മുടെ പൊതുജനത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ ഗുണഭോക്താക്കളായ പൊതുജനത്തിന് കൃത്യമായി അതിൻ്റെ ഗുണഫലം എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും ഏതൊരു മന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഏതൊരു വകുപ്പ് ഏറ്റെടുത്താലും തികച്ചും ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം ഏതൊരാളും ആ വകുപ്പ് ഏറ്റെടുത്ത് മന്ത്രിസ്ഥാനം അലങ്കരിക്കേണ്ടത്. ഇല്ലാത്തവരെ നമ്മൾ മന്ത്രി എന്ന് വിളിക്കത്തില്ല, ഒരിക്കലും വിളിക്കാനോട്ട് കഴിയത്തുമില്ല. ഇത് പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, അർഹിക്കാത്ത അല്പന് എന്തെങ്കിലും കിട്ടിയതുപോലെയാണ് ശരിക്കും നമ്മുടെ സണ്ണി വക്കീലിന് കിട്ടിയ മന്ത്രിസ്ഥാനം. അതായത് തലയിൽ അടിച്ച് കയറ്റിയ കുരിശു പോലെയായി തനിക്ക് കിട്ടിയ വകുപ്പ്. ഇതിനെ രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, അർഹതയില്ലാത്ത ഒരാൾക്ക് മന്ത്രിസ്ഥാനം കിട്ടി എന്നുള്ള നിലയ്ക്ക്. കാരണം വൈദ്യുത വകുപ്പ് എന്ന് പറയുന്ന വകുപ്പിനെ നേരെയാക്കി കൊണ്ടു നടക്കാനുള്ള ശേഷിയും പാകതയും പക്വതയും ഈ സണ്ണി വക്കീൽ എന്ന് പറയുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന മന്ത്രിക്കില്ല. അറ്റ്ലീസ്റ്റ് സ്വിച്ചിട്ട ലൈറ്റ് കത്തുമെന്നതിനപ്പുറത്തേക്ക് യാതൊരു അറിവും എന്നാൽ ചോദിക്കും, ഈ അറിവെല്ലാം വെച്ചിട്ടാണോ ഇതിനു മുമ്പ് മണിയാശാൻ ഇതും കൊണ്ട് നടന്നത് എന്ന് ചോദിച്ചേക്കാം. പക്ഷേ മണിയാശാൻ ഇതൊന്നും അറിയത്തില്ലെങ്കിലും അതിനെ കൃത്യമായി ഓർഗനൈസ് ചെയ്യാനും സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഉദ്യോഗസ്ഥരെ ആണെങ്കിൽ പോലും വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാനുമുള്ള കഴിവ് ഈ പറയുന്ന മണിയാശാൻ ഉണ്ടായിരുന്നു. അത് മണിയാശാന് ഇതുപോലെ ഈ ഇലക്ട്രിസിറ്റി എന്ന് ചേർത്തെഴുതാൻ പറ്റുമോ എന്ന് ഒരു കമൻ്റ് ഒരുത്തൻ ചോദിച്ചിരുന്നു മണിയാശാനോട്. മണിയാശാൻ പറയാം, എൻ്റെ സ്പെല്ലിങ് പഠിച്ചില്ലെങ്കിൽ നീ കറണ്ട് വെട്ടത്ത് തന്നെയല്ലേ കിടന്നത് എന്ന് മണിയാശാൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് ഫേസ്ബുക്കിൽ തന്നെ. അല്ല, സ്പെല്ലിങ് അറിഞ്ഞാലും ഇല്ലെങ്കിൽ നീ ഇരുട്ടത്ത് കിടന്നില്ലല്ലോ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. ഇന്ന് അവസ്ഥ മാറി. നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതിയുടെ പ്രതിസന്ധി ഉണ്ട്. ആ വൈദ്യുതി പ്രതിസന്ധി ഉള്ളത് ഇന്നത്തെ പൊതുജനം അറിയുന്നുണ്ട്, നമ്മളൊക്കെ അറിയുന്നുണ്ടത്. അപ്പോൾ അർഹിക്കാത്ത ഒരു സാധനം തനിക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല. ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തിരിച്ചറിയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത് എന്നുള്ളത് ഹൈക്കമാൻഡ് കൃത്യമായി ഓർക്കണമായിരുന്നു. അദ്ദേഹത്തിന് പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ എന്ന് പറയുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന് KPCC അധ്യക്ഷ സ്ഥാനം കിട്ടിയത്. അങ്ങനെ അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും മെച്ചമുണ്ടായോ? അതായത് ഇപ്പോൾ പറയും 102 സീറ്റുകളിൽ UDF വിജയിച്ചില്ലേ? വിജയിച്ചോട്ടെ. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ സംഘടനാ പാടവം, അതാണ് നമ്മൾ പറയേണ്ട ഒരു വാക്ക്. ആ സംഘടനാ പാടവത്തിൻ്റെ മെച്ചം കൊണ്ടാണോ ഇവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF 102 സീറ്റിൽ അധികാരത്തിലേറിയത് എന്ന്, സംഘടനാ പാടവം കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിൽ കയറിയെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിവുള്ള അല്ലെങ്കിൽ നെഞ്ചിൽ കൈവച്ച് പറയാൻ ആർജവമുള്ള എത്ര കോൺഗ്രസ്സുകാരുണ്ട് നമ്മുടെ കേരളത്തിൽ? ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന് സണ്ണി ജോസഫിന് വരെ അറിയാം. കാരണം സംഘടനാ ദൗർബല്യങ്ങൾ ആവോളമുള്ള ഒരു പാർട്ടിയാണ് കാലമെത്ര കഴിഞ്ഞാലും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. അത്രയും ദൗർബല്യമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ എത്തിയിട്ടും അതിനെ നേരാമണ്ണം നോക്കി നടത്താനോ കൃത്യമായ ഒരു തീരുമാനം അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടത്താനോ കഴിയാത്ത ഒരേ ഒരു KPCC അധ്യക്ഷനെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാണ് സണ്ണി ജോസഫ്. എന്നാൽ ഈ 102 സീറ്റിൻ്റെ കാര്യം, ഈ 102 സീറ്റ് ഉണ്ടാക്കിയത് ആരുടെ മികവ് കൊണ്ടാണ്? VD സതീശൻ എന്ന് പറയുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് നാടൊട്ടുക്ക് വ്യാപരിച്ച് നടന്ന് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടാണ്. ഇല്ലാത്ത മതപരമായ സ്പർദ്ധ കേരളത്തിലുണ്ടാക്കി. അപ്പോൾ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയിട്ട് ഇതിന് അനാവശ്യമായ കഥകൾ പ്രചരിപ്പിച്ചു. ഇല്ലാത്ത ഒരുപാട് കള്ളങ്ങൾ പൊതുജനത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അലക്കിയിട്ട് വിരിച്ചു കൊടുത്തു. ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് UDF എന്ന് പറയുന്ന ഒരു സാധനം അധികാരത്തിൽ കയറിയത്. ഇപ്പോൾ പൊതുജനത്തിന് കാര്യം മനസ്സിലായി തുടങ്ങി. ഇപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെയോ വലിയ മാറ്റം, പുതുയുഗം സംഭവിക്കും എന്ന് വിചാരിച്ചവരെല്ലാം ഇപ്പോൾ തേഞ്ഞു.
ഇവിടെ പിന്നെ പൂക്കിമേനോൻ സതീശൻ സാർ ഇവിടെ ഞങ്ങൾക്ക് പിന്നെ മോഡിഫിക്കേഷൻ അനുവദിച്ചു തരും എന്ന് വിശ്വസിച്ച നമ്മുടെ ജെൻസി കുട്ടികളെല്ലാം തേഞ്ഞു അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പൊതുജനത്തിന് കാര്യം മനസ്സിലായി, ഇനിയിപ്പം മുന്നോട്ട് പോകില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് UDF 102 സീറ്റിൽ അധികാരത്തിൽ കയറിയത്. അല്ലാതെ ഈ നമ്മുടെ പിന്നെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മെച്ചം കൊണ്ടാണോ മികവ് കൊണ്ടാണോ എന്നൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. അങ്ങനെ മികവിൻ്റെ കാര്യത്തിൽ എടുത്ത് മുന്നിലോട്ട് നിർത്താൻ കഴിയുന്ന ഒരാളുമില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമുള്ളൂ. ഇനി അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവിനെ കഴിവ് കൊണ്ട് ഈ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം KPC അധ്യക്ഷ സ്ഥാനം അമ്പേ പരാജയപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തെ പിന്നെ ഈ ഒരു വകുപ്പ് ഭയങ്കര കാര്യമായി കൊണ്ടു നടക്കുമെന്ന് പറയുന്ന ഒരു തലത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയോ ഈ നറുക്കിട്ട കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ കുലുക്കി ഇങ്ങനെ ഇടില്ലേ വൈദ്യുത വകുപ്പ്, അപ്പോൾ ഇങ്ങനെ കുലുക്കിയിട്ട കൂട്ടത്തിൽ സണ്ണി വക്കീൽ എടുത്തു, ആ നറുക്കെടുത്തു. അല്ലാതെ അതിനപ്പുറത്തേക്ക് കഴിവ് കൊണ്ടോ ഒരു തലത്തിൽ പറഞ്ഞാൽ ഒരു മികവ് കൊണ്ടോ കയറി വന്ന ഒരു നേതാവേ അല്ല സണ്ണി ജോസഫ്. അതുകൊണ്ട് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു വകുപ്പ് അദ്ദേഹത്തിന് തലയിൽ അടിച്ചു കയറ്റിയ കുരിശായി തന്നെ തോന്നും. കഴിവില്ലാത്തവർക്ക് പരീക്ഷ എഴുതാൻ വലിയ പാടായിരിക്കും. പഠിക്കാത്ത ഒരാൾ പരീക്ഷയ്ക്ക് കൊണ്ടിരുത്തി അവൻ വലിയ മാർക്ക് മേടിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം അവന് കഴിവില്ല, പഠിച്ചിട്ടില്ല. പഠിക്കാത്ത ഒരാൾക്ക് അങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. അവർക്കത് തലയിലടിച്ച് കയറ്റിയ മരക്കുരിശ് പോലെ തന്നെ തോന്നും. അത് പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ വൈദ്യുത പ്രതിസന്ധിയുണ്ട്. ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ട എന്തെങ്കിലും ഒരു മുന്നൊരുക്കമോ തയ്യാറെടുപ്പോ അതുമല്ലെങ്കിൽ ഒരു പരിഹാര മാർഗമോ കണ്ടെത്താൻ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഈ സണ്ണി വക്കീലിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു? ഇത് കഴിഞ്ഞ സർക്കാർ ചെയ്തു വെച്ചതിൻ്റെ കഴിഞ്ഞ സർക്കാർ അങ്ങനെ പലതും ചെയ്തു വെച്ചെന്നിരിക്കും. അത് പിന്തുടരാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത്രയും കള്ളം പറഞ്ഞ് 102 സീറ്റ് നേടി അധികാരത്തിൽ വന്നത്? നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യൂ. കരാർ കൊടുക്കുന്നിടത്ത് കരാർ കൊടുക്കൂ, അല്ലെങ്കിൽ പുതിയതായിട്ട് പിന്നെ വൈദ്യുതി വാങ്ങണോ നിങ്ങൾ വാങ്ങിക്കൂ, എന്താണെന്ന് വെച്ച് ചെയ്യൂ. അത് നിങ്ങളുടെ പിന്നെ കഴിവല്ലേ. എന്താണ് നിങ്ങൾ ഇവിടുത്തെ വൈദ്യുത പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ചെയ്യൂ. സണ്ണി വക്കീൽ ചെയ്യണമല്ലോ. ഇത് ഒരു വെർഷനാണ്. കാര്യം തനിക്ക് നോക്കി നടത്താൻ വയ്യാത്ത ഒരു വകുപ്പ് തൻ്റെ തലയിൽ ഇട്ട് തന്നു. അതാണ് പിന്നെ സണ്ണി വക്കീലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇനി രണ്ടാമത്തെ കാര്യമുണ്ട് ഇത് പാർട്ടിക്കുള്ളിൽ ശക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ്. അതെന്താണ്? ഇവിടെ നമുക്കറിയാം, ഇവിടെ VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പം മുഖ്യമന്ത്രിയായിരിക്കുന്നു. സംഭവം കുഴപ്പമില്ല. ഈ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ ചരിത്രത്തിൽ ഇന്ന് വരെ ആരും എടുക്കാത്ത, ഒരു മുഖ്യമന്ത്രിയും എടുക്കാത്ത തുറമുഖ വകുപ്പ് കയ്യിൽ വെച്ചിരിക്കുന്നു. ഒന്ന്, ധനകാര്യം ആരെങ്കിലും ഏൽപ്പിക്കേണ്ടതല്ലേ? എല്ലാ കാലത്തും മുഖ്യമന്ത്രിമാർ അങ്ങനെ ധനകാര്യം കൈകാര്യം ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ VD സതീശൻ ധനകാര്യം കയ്യിലെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ധനകാര്യമല്ലേ കൊണ്ടുപോയിക്കോട്ടെ എന്ന് കരുതി 2 തുറമുഖ വകുപ്പ് കയ്യിൽ വെച്ചു. അതായത് അദ്ദേഹത്തിനുള്ള ബാക്കിയുള്ള വകുപ്പുകൾ കൂടാതെ അഡീഷണൽ പൊതുഭരണ വകുപ്പ് കൂടാതെയാണ് ഈ പറയുന്ന അഡീഷണലായിട്ട് വരുന്ന ഈ നമ്മളീ പറഞ്ഞ പോലെ തുറമുഖ വകുപ്പും അതോടൊപ്പം നമ്മുടെ ധനകാര്യം, ഇത് 2 ഏറ്റെടുത്തു. ഇത് പാർട്ടിക്കുള്ളിൽ നമ്മൾ അറിയുന്നില്ല എന്നുള്ളത്. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ തോതിലൊരു സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ തുറമുഖ വകുപ്പിനെ VD സതീശൻ പുതിയൊരു രീതിയിലേക്ക്, ഫോർമാറ്റിലേക്ക് മാറ്റിയെടുത്തു. അതായത് കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്കേ അറ്റം വരെ തുറമുഖങ്ങൾ കൊണ്ടുവരിക, ഇഷ്ടം പോലെ തുറമുഖങ്ങൾ തുടങ്ങുക. ഇതാണ്. ഇതിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരം കച്ചവടച്ചരക്കാക്കി മാറ്റുക. അപ്പോൾ അങ്ങനെ കച്ചവടച്ചരക്കാക്കി മാറ്റിക്കഴിയുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് കമ്മീഷൻ. ഇതിലൂടെ VD സതീശൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു തലം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഒരു വശം. അതിനുവേണ്ടിയാണ് VD സതീശൻ ഇങ്ങനെ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തത് എന്ന് ഒരു ധാരണ ബാക്കിയുള്ളവർക്കിടയിൽ വ്യാപകമായി കഴിഞ്ഞിരിക്കുന്നു. അതിന് ഉദാഹരണം തന്നെയാണ് PPP മോഡലാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ തന്നെ ഏറെക്കുറെ കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അദാനി എന്ന് പറയുന്ന ഒരു പോർട്ട് രാജാവ് ഇവിടെ കൊണ്ടുവന്ന് അവരുടെ 49% MSCക്ക് മറിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി പോലും അറിയാതെ ഈ ഒരു നിലപാടെടുത്തു എന്ന് പറയുന്നു. പക്ഷേ അത് പച്ചക്കള്ളമാണ്. മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് എന്ന് കേന്ദ്ര തുറമുഖ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. മുഖ്യമന്ത്രി അറിവോടുകൂടി തന്നെയാണ് ഈ 49% ഓഹരി വിൽക്കാൻ തീരുമാനിച്ചത്. അതിനത് യാതൊരു സംശയമില്ല. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും VD സതീശന് ഈ അദാനിക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാമായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായതേയില്ല.
അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ നമുക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തതും ഇത് അതിനുള്ളിൽ വല്ലാത്തൊരു മുറുമുറുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സണ്ണി വക്കീലിന് ചില പ്രശ്നങ്ങളുണ്ട്. ആർക്കും വേണ്ടാതെ കിടന്ന, അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ലാതെ കിടന്ന, ഏറ്റെടുക്കുന്നവൻ്റെ തലയിൽ മുൾക്കിരീടമായി മാറുന്ന ഒരു വകുപ്പ് എടുത്ത് തൻ്റെ തലയിൽ അടിച്ചു തന്നു. പകരം എന്ത് ചെയ്തു? ഇത് ആർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന വകുപ്പായിരുന്നു? കെ മുരളീധരന് കൊടുക്കാൻ വെച്ചിരുന്ന ഒരു വകുപ്പായിരുന്നു വൈദ്യുതി വകുപ്പ്. എന്നാൽ അത് തട്ടിത്തെറിപ്പിച്ചു. അത് തട്ടിത്തെറിപ്പിച്ചിട്ട് കെ മുരളീധരന് ആരോഗ്യ വകുപ്പ് കയ്യിൽ കൊടുത്തു. എന്നിട്ട് AP അനിൽകുമാറിന് മുസ്ലിം ലീഗിൻ്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന്, അങ്ങനെ തന്നെ പറയേണ്ടി വരും, മുസ്ലിം ലീഗിൻ്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് AP അനിൽകുമാറിന് റവന്യൂ വകുപ്പ് കൊടുത്തു. അപ്പം ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, സണ്ണി വക്കീലിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ വകുപ്പ് മന്ത്രിയാകുമെന്ന് കരുതി കൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരുന്ന ഒരാളാണ്. ഒരുപാട് ഗുണം റവന്യൂ വകുപ്പ് മന്ത്രിയാകുന്നതുകൊണ്ട് സണ്ണി വക്കീലിന് നേടാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സണ്ണി വക്കീലിന് 100% ഉറപ്പായിരുന്നു താൻ തന്നെ റവന്യൂ മന്ത്രി. എന്നാൽ കടകം മറിഞ്ഞുപോയി കാര്യങ്ങൾ. അങ്ങനെ കാര്യങ്ങൾ കടകം മറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് റവന്യൂ മന്ത്രിസ്ഥാനം നേരെ AP അനിൽകുമാറിന്. കാരണം എന്താ? ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള മുസ്ലിം ലീഗിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഈ AP അനിൽകുമാറിന് റവന്യൂ സമ്മാനിക്കേണ്ടി വന്നു. വൈദ്യുതി വകുപ്പ് തനിക്ക് വേണ്ട. കെ മുരളീധരൻ ആരാ മോൻ? കെ കരുണാകരൻ്റെ മകൻ തന്നെയല്ലേ? കെ മുരളീധരൻ അറിയാം അത് തലവേദന പിടിച്ച പണിയാണ് വൈദ്യുതി വകുപ്പ്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ എന്ത് ചെയ്തു? ആരോഗ്യ വകുപ്പും ഏറ്റെടുത്തു. അപ്പോൾ തന്നെ കരുതിക്കുട്ടി ഉപദ്രവിക്കുകയായിരുന്നു സത്യത്തിൽ ഈ വകുപ്പ് വിഭജനത്തിലൂടെ നടന്നത് എന്നുള്ള ഒരു ധാരണയും സത്യത്തിൽ സണ്ണി വക്കീലിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സണ്ണി വക്കീലിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഒരിക്കലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു സ്ഥാനത്ത് തന്നെ കൊണ്ടിരുത്തി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് പൊതുജനം കാണുമ്പോൾ. എന്നാൽ സണ്ണി വക്കീൽ സ്വയം അതിനെ കാണുന്നത് തനിക്ക് തന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട്, തന്നെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്, തനിക്കൊരു പണി തരാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്ന് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്ന ഒരു വകുപ്പ് തന്നെ ഏൽപ്പിച്ചു എന്ന് സണ്ണി വക്കീൽ കാണുന്നു. അപ്പോൾ ഇതാണ് 2 വെർഷൻ ഞാൻ പറഞ്ഞത്. സണ്ണി വക്കീൽ കാണുന്ന വെർഷനും പൊതുജനം കാണുന്ന വെർഷനും. അപ്പോൾ പൊതുജനം കാണുന്ന വെർഷനാണ് കുറച്ചുകൂടെ ശരി. കാരണം എന്താ? പൊതുജനത്തിനറിയാം സണ്ണി വക്കീൽ എന്ന് പറയുന്ന, അല്ലെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ ഏതറ്റം വരെ ഓടും എന്നുള്ള കാര്യം പൊതുജനത്തിന് കൃത്യമായി അറിയാം. ഇദ്ദേഹത്തെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും കേരള സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള വസ്തുതയും പൊതുജനത്തിന് നന്നായി അറിയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.